നമസ്കാരം. മമ്മൂട്ടിക്കും വെള്ളാപ്പള്ളിക്കും ഇന്ന് പിറന്നാൾ. സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക്. പ്രവൃത്തി ദിവസത്തിൽ ഓഫീസ് സമയത്ത് ഓണാഘോഷം വിലക്കിക്കൊണ്ടുള്ള സർക്കാർ ഉത്തരവ് സെക്രട്ടേറിയറ്റ് ജീവനക്കാരിൽ ചിലരെങ്കിലും ക്ലീനായി ലംഘിച്ചു. ഓഫീസ് സമയം തുടങ്ങുന്ന 10:15 മുമ്പ് ഇടതു സംഘടനക്കാർ പൂക്കളമിട്ട് തീർത്ത് സ്ഥലം വിട്ടുവെങ്കിലും കോൺഗ്രസ് അനുകൂല സംഘടനയുടെ പൂക്കളമിടൽ 11 മണി വരെ നീണ്ടു. CPM മന്ത്രിമാരെ വിളിച്ച് ഇടതു സംഘടനക്കാർ ഉദ്ഘാടനം നടത്തിയപ്പോൾ ഘടകകക്ഷി മന്ത്രിമാരെയും CPM സ്വതന്ത്ര മന്ത്രി KT ജലീലിനെയും വിളിച്ച് പ്രതിപക്ഷ അനുകൂല സംഘടന പൂക്കളമിട്ടു. വർക്കിംഗ് അവേഴ്സ് ജോലി എടുക്കുക, അതിന് മുമ്പ് പൂവിടുന്നുണ്ടെങ്കിൽ ഒരു തർക്കമില്ല. പക്ഷേ ജോലി സമയം കഴിത്ത് പൂവിടാൻ വേണ്ടി സമയം ചെലവഴിക്കാൻ പറ്റില്ല. 10:15 മുമ്പ് തന്നെ എല്ലാം ഇത് കംപ്ലീറ്റ് വൃത്തിയായി എല്ലാം. കൃത്യം 10:15 മുമ്പ് തന്നെ എല്ലാം ഇത് കംപ്ലീറ്റ് വൃത്തിയായി എല്ലാം. പ്രവൃത്തി സമയങ്ങളിൽ ആഘോഷങ്ങൾ നിർത്തി പ്രവൃത്തിയിൽ കേന്ദ്രീകരിക്കുകയും അവധി വരുന്ന സമയങ്ങളിലും വിശ്രമവേളകളിലും ഇത്തരത്തിലുള്ള ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനും നിങ്ങളിപ്പോൾ കാണിച്ചിട്ടുള്ള ഈ രീതി ഇനിയും അങ്ങോട്ട് തുടരുക. കൃത്യം 10:15 മുമ്പ് തന്നെ എല്ലാം. മുമ്പ് ഭരണാനുകൂല സംഘടനക്കാർ കളം വിട്ടു. പ്രതിപക്ഷാനുകൂല സംഘടനക്കാരുടെ പൂക്കളമിടൽ 11 മണി വരെ നീണ്ടുപോയി. ഇങ്ങനെ 45 മിനിറ്റ് വൈകിയവർക്ക് സർക്കാർ ഉത്തരവ് പൂർണ്ണമായും പാലിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അവർ അതിന് പരിഹാരക്രിയ ചെയ്തു. ശ്രീ ടി ശ്രീകുമാറിനെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേരള സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ്റെ സംഘടനകളായ സരസിൻ്റെയും സമഷ്ടിയുടെയും വനിതാവേദിയുടെയും ഭാരവാഹികളെ, പത്രമാധ്യമ പ്രതിനിധികളെ, നന്ദി. ജയ് ഹിന്ദ്. നമ്മൾ വളരെ വർഷങ്ങളായി ആഘോഷിച്ചു വരുന്ന ഈ ഓണാഘോഷം അതുപോലെ തന്നെ നമ്മൾ ഈ വർഷവും ആഘോഷിക്കുകയുണ്ടായി. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം അതേപടി പാലിക്കുകയാണെങ്കിൽ ഏകദേശം 30 മിനിറ്റ് സമയം നമ്മൾ അതിക്രമിച്ചു പോയി. അത് വേറൊന്നും കൊണ്ടല്ല, ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയതാണ് ഈ അത്തപ്പൂക്കളമിടൽ. രാത്രിയും പകലുമൊക്കെ ഉറക്കമൊഴിഞ്ഞ് നമ്മുടെ സഹോദരിമാരും സഹോദരന്മാരും ഈ ഓണം ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായി ഉറക്കമൊഴിഞ്ഞ് നിട്ടതാണ്. എല്ലാവിടെ ഉദ്ഘാടനം നടത്തി വന്നപ്പോൾ 30 മിനിറ്റ് താമസിച്ചു പോയി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത്, ഈ 30 മിനിറ്റ് സമയം ഓഫീസ് സമയം കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് പേർക്ക് 30 മിനിറ്റ് സമയം എടുക്കേണ്ടി വന്നു. ഈ 30 മിനിറ്റ് പകരമായി വൈകിട്ട് 5:15 പോകേണ്ട ഞങ്ങൾ 5:45 മാത്രമേ ഇന്ന് പോവുകയുള്ളൂ. ഭയങ്കരം തന്നെ. 45 മിനിറ്റ് വൈകിയതിന് അരമണിക്കൂർ അധികം ജോലി ചെയ്താൽ മതിയാകുമോ സാറന്മാരെ? ബാക്കി 15 മിനിറ്റിൻ്റെ സേവനം എവിടെ വരവ് വയ്ക്കും? ഇനി വൈകി ജോലി ചെയ്യാമെന്ന വാഗ്ദാനം പാലിക്കപ്പെട്ടതായി വകുപ്പ് തലവന്മാർ ഉറപ്പാക്കിയിട്ടുണ്ടോ? ചുരുക്കത്തിൽ ഭരണാനുകൂലികൾ നല്ല പിള്ള ചമഞ്ഞു. പ്രതിപക്ഷ അനുകൂല സംഘടന പിണറായിക്ക് ചെറിയ തോതിലെങ്കിലും പണി കൊടുത്തത് കണ്ട് ഭരണസംഘടനക്കാരും ഉള്ളാലെ ചിരിച്ചു കാണും. എല്ലാ സാറന്മാരും സന്തോഷത്തോടെ ഓണസദ്യയും കഴിച്ചു പിരിഞ്ഞു. ഓണാഘോഷത്തിലെ ഈ ഒത്തുകളിയുടെ മണമാണ് പക്ഷേ പുറത്തേക്ക് പരന്നത്.
കഴിഞ്ഞ ദിവസം മമ്മൂട്ടിക്കാണോ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രനാണോ പ്രായക്കൂടുതൽ എന്ന സംശയം ഉയർന്നുവല്ലോ. മന്ത്രി മമ്മൂട്ടിയെ മാത്രമല്ല ദുൽഖറിനെയും ചേട്ട എന്നാണ് വിളിക്കുന്നത്. മമ്മൂട്ടിയുടെ പിറന്നാളാഘോഷം ഇന്ന് സിനിമാ സെറ്റിലും സ്കൂൾ കുട്ടികളോടൊപ്പവും നടന്നു. താരത്തിന് എത്ര വയസ്സായെന്ന് മാത്രം ആരും ചോദിക്കരുത്. വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. വരും തലമുറ നമ്മളെ ഇത്രയേറെ സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുകയാണ്. പക്ഷേ ഈ ജന്മദിനത്തിന് എനിക്ക് കിട്ടിയേക്കാവുന്ന ഏറ്റവും അമൂല്യമായ ജന്മദിന സമ്മാനമാണ് നിങ്ങളുടെ സാന്നിധ്യം. മമ്മൂട്ടിയെപ്പോലെ വയസ്സ് വെളിപ്പെടുത്താൻ വെള്ളാപ്പള്ളിക്ക് യാതൊരു മടിയുമില്ല. SNDP യോഗം ജനറൽ സെക്രട്ടറിക്ക് ഇന്ന് 80-ാം പിറന്നാളായിരുന്നു. പക്ഷേ 80 വയസ്സായിട്ടില്ല, 79 വയസ്സ് പൂർത്തിയായിട്ടേ ഉള്ളൂ. എൺപതാമത് പിറന്നാൾ. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ പിറന്നാൾ എന്ന് പറയുമ്പോൾ നാൾ വെച്ച് ഇത് 80-ാമത്തതാണ്. വയസ്സ് 79 പൂർത്തിയായി. 80-ാമത്തെ പിറന്നാളിലേക്ക് പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ 80-ാമത്തെ വയസ്സിലേക്ക് പ്രവേശിക്കുക. അപ്പോൾ 80-ാമത്തെ പിറന്നാൾ എന്ന് പറഞ്ഞാൽ 79 പൂർത്തിയാക്കി 80-ലേക്ക് കയറുന്ന ആ ദിവസമാണ് 80-ാം പിറന്നാളെന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് 80-ാം പിറന്നാളെന്ന് പറയുമ്പോൾ ഞാൻ 80-ലേക്ക് പ്രവേശിക്കുന്ന ദിവസമാണ്. വെള്ളാപ്പള്ളി 80 വയസ്സിലോട്ട് പ്രവേശിച്ചുവെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കുകയില്ല. എന്താണ് വെള്ളാപ്പള്ളിയെ മുന്നോട്ട് നയിക്കുന്ന ഊർജം? പ്രതിസന്ധികൾ തന്നെ. പക്ഷേ പ്രതിസന്ധി എന്നേ വെള്ളാപ്പള്ളി പറയൂ. എന്നാ പ്രതിസന്ധി? എനിക്കെന്നും പ്രതിസന്ധിയും പ്രശ്നമാണ്. ഈ പ്രതിസന്ധി എനിക്ക് പ്രതിസന്ധി ഇല്ലാത്ത ഏതെങ്കിലും കാലം കൊണ്ടുണ്ടാകും. എനിക്കെന്നും പ്രശ്നം എൻ്റെ പൊതുപ്രവർത്തനത്തിൽ എൻ്റെ ജാതകത്തിലുള്ളതാണ്. അതുകൊണ്ട് എനിക്ക് പ്രശ്നങ്ങളില്ലായിരുന്നെന്ന് കണക്കാക്കരുത്. എന്നും എൻ്റെ മുമ്പിൽ പ്രശ്നമുണ്ട്. പ്രശ്നങ്ങളില്ലെങ്കിൽ ഞാനില്ലെങ്കിൽ പിന്നെ പ്രശ്നമേ ഇല്ല. വക്രദൃഷ്ടിയിൽ ഇടവേളയാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിലെ മാളികപ്പുറം ധർണ. ഇടവേളയ്ക്ക് ശേഷം വക്ര